ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പബ്ബോസ് വ്ലോഗ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ 9 മണിക്ക് എണീച്ച് ഒരാളെ കാണിച്ചു തരാം. അതാണ്ട് കുട്ടിശങ്കരൻ ഉറങ്ങുന്നു, അടുത്ത കുട്ടിശങ്കരി ഉറങ്ങുന്നു, അവളെ അപ്പുകുട്ടനും ഉറങ്ങുന്നു. അപ്പം ഞാൻ രാവിലെ എണീച്ചു. എന്തിനാണെന്ന് അറിയൂടാ, എന്തോന്ന് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഓക്കെ, കാണാം. അപ്പം നമുക്ക് കുറച്ച് നാരങ്ങ ഉണ്ടാക്കാം. രാവിലെയുള്ള ഉച്ചയ്ക്ക് കുടിക്കാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. എനിക്ക് നല്ല പഞ്ചസാര വേണം. 1, 2, 3. കാണാമോ? ചനനനനന ചനനനന ചനനനന ചനനനന. എന്തോ പ്രശ്നമുണ്ട്, നോക്കട്ടെ. പഞ്ചസാര ആയില്ലേ എന്തോ, കുപ്പി അടച്ചു. ഗുഡ്. അടുത്ത എൻ്റെ പണി കുറച്ച് കസ്കസ് എടുക്കുക. ചിയാ സീഡ് ഞാൻ പറയാം. 1 സ്പൂൺ എടുക്കുക, വെള്ളത്തിൽ ഇടുക, ഫ്രിഡ്ജ് വയ്ക്കുക. അടുത്ത ജ്യൂസ് എടുക്കാനാണ് വിചാരിക്കുന്നു. അതിന് വേണ്ട എന്ത് സാധനത്തിന് വേണ്ടത് 2 എഗ്. ഞാൻ അതിലൊന്നും ചേർക്കില്ല, ചുമ്മാ ഇങ്ങനെ പൊരിച്ചെടുക്കണേ. എനിക്ക് ഇങ്ങനെ സവാള ഒന്നും ചേർക്കാൻ ഇഷ്ടമല്ല, എന്തിന് മുളക് ചേർക്കാൻ ഇഷ്ടമല്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എവിടെ സൗണ്ട് കേൾക്കണോ? പേടിച്ചു. ഇതാ ഈ ഐസ്കട്ട് ഞാൻ എടുത്തത്. ഞാൻ ഫ്രീസറിൽ വെച്ച് വെള്ളം ഇന്നലെ, അത് ഐസായിപ്പോയി. എൻ്റെ പാത്രം പൊട്ടിയോ, പോയിട്ടുണ്ടല്ലോ. എൻ്റെ പാത്രം പൊട്ടിയോ, എൻ്റെ പാത്രം എൻ്റെ പൊട്ടിയില്ല. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ചെയ്യാം. കുട്ടി കുട്ടി പൊട്ട് ഒരു പ്ലാനാണ്. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ അടുത്തൊന്ന് കാണാം. പാനിങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മളത് നോർമലി എല്ലാവരും എണ്ണ ഒഴിക്കും. ഞാനത് ഒന്നും ഒഴിക്കാം. എണ്ണ ഒഴിക്കാൻ വേണ്ടി എണ്ണ കാലിയായിരുന്നു. പിന്നെ കുറച്ച് വെച്ചോളൂ. ഇതിലോട്ട് ഞാൻ നമ്മുടെ എഗ് മുട്ട 1 സൈഡ് ഇത് ഇതിൻ്റെ പ്ലേറ്റ് മതി. ഞാൻ സാധാരണ മുട്ട പൊരിക്കുമ്പോൾ ഒരുമാതിരി എല്ലാം കൂടെ ഇതായിപ്പോൾ കറ്റ മുട്ട ഷേപ്പിൽ വരുന്നുണ്ട്. പിന്നെ വന്ന് എടുക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. കരിക്കാൻ സൈഡെന്ന് വിചാരിച്ചു. വീഡിയോ കാണിക്കണമെന്ന് വന്നോന്നേ. ഇനി ഇതില്ലേ 2 ബ്രെഡ് എടുക്കും. ബ്രെഡിൻ്റെ ആവശ്യമുണ്ടോ? ആയിരിക്കട്ടെ, വഴിക്ക് പോകയില്ലേ. അപ്പം ടോസ്റ്റ് ചെയ്യും.
ഓക്കെ, ഇത് ആക്ടറുണ്ടായിരുന്നു. ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്യും. എനിക്ക് ബ്രെഡ് ഇതിനെ ക്രിസ്പി ആക്കണ ഇഷ്ടം. ഇതാണ് എൻ്റെ പോക്കറ്റ് ബ്രെഡ്. ഞാനായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനം പേരിട്ടതാ പോക്കറ്റ് ബ്രെഡ്. ഇതിനി ഞാൻ കഴിയും. ഹലോ ഗൈസ്, ഞാൻ ഇനി പോയി എൻ്റെ മോൻ കാണാൻ പറ്റില്ലേ, സീരിയൽ കാണാൻ പോകുന്നു. അപ്പോൾ TV റിമോട്ടിന് വേണ്ടി ഞാൻ ഇവനെ വിളിച്ച് ചോദിക്കണം. ഉറങ്ങി കിടക്കണേ വേണ്ടി ചോദിക്കണം. ചോദിച്ചു റിമോട്ട് എവിടെ വെച്ചു? ചോദിച്ചു വീഡിയോ ഓണാണ്, റിമോട്ട് എടുത്തിട്ട് അത്താ കൊള്ളാം. ഓണാക്കും. എൻ്റെ പോക്കറ്റ് ഇങ്ങനെയുണ്ട്. പോക്കറ്റ് ഓക്കെ. നമ്മുടെ ഐസ് ബേബി എണീറ്റിട്ടുണ്ട്. ഐസ് ബേബി എണീച്ചിട്ട് വാപ്പ എണീച്ചില്ല. ഹായ് പറ, ഹലോ ഗൈസ് പറ. അയ്യോ അത് പിന്നെ നമ്മള് സീരിയല് കാണുന്നു. ഐസ് ബേബി എണീറ്റു. ഹലോ ഗൈസ്, നമ്മളെ ഐസ് ബേബി എണീറ്റു. ഹലോ, ഐസ് ബേബി ടോയ്സ് ഒക്കെ എടുത്ത് കാണിച്ചോട് വീഡിയോയില്. ഇസ് രാവിലെ എണീച്ചു. ഇന്ന് നമ്മൾ ഇസുവിനെയും കൊണ്ടുപോകും. നമുക്ക് തുണി കഴിവാൻ പോവാം. ഇസുരെല്ലാം അറിയാം. ബൈ. ഒരു ഉമ്മ കൊടുത്തില്ല. നമ്മൾ ഇസു എന്താണ് ചെയ്യണത്? എന്താണ്? മുട്ട വെക്കുന്നു ഇസുവിന്. അത് കഴിഞ്ഞ് നമ്മൾ മുട്ട കുളിച്ചും റെഡിയാവും. ഓഫ് ചെയ്യാം മുട്ട. ഓഫ് ചെയ്യട്ടാ. വെള്ളത്തിൽ കിടന്ന് ഇതായിക്കോളും. പോയില്ല ഗൈസ്. ഉപ്പ് ഒരുപടി. അയ്യേ സ്മെല്ല്. രക്ഷ മാറ്റുമോ? പ്ലീസ് മാറ്റിയാ കൂത്തരാം. മാറ്റൂ ഡ്രസ്. ഗായ്സ്, ദാണ്ടെ ഒരു വലിയ പാമ്പിനെ കണ്ടു. ഇത് ചേരയാണെന്ന് തോന്നുന്നു. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ പരുന്ത് കൊത്തിയിട്ടു. ചൂച്ചു ഇതിനെ എടുത്ത് കുഴിക്കാൻ കൊണ്ടുപോകുന്നു. കബറടക്കാൻ താല് പഠിക്കുക. ഇവിടെയാണ് നമ്മൾ കുഴിച്ചിരുന്നത്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഇന്നൊരു പാമ്പിനെ കാണാൻ പറ്റി. ഇന്നൊരു ഉച്ച സമയത്താണ് നമ്മൾ കണ്ടത്. ഐസ് ബേബിയോ പേടിച്ചകത്തിരിക്കണ്. അമ്മ അങ്ങനെ സ്നിക്കി കുഴിച്ചിട്ടു. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മളെ വീട്ടിലെ ഇടവഴി കൂടെ നടന്ന് റോഡിലോട്ട് പോവുകയാണ്. ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ മേക്ക് ഓവറിൻ്റെ ഫ്ലെക്സ് ഇന്നലെ ഒന്ന് വെച്ചു. ഇതാണ് ഫാനിക് മേക്ക് ഓവറിൻ്റെ ഫ്ലെക്സ്. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. തിരിച്ചു പോകുന്നത് ഒരു കൊറിയറും കൂടെ മേടിച്ചുകൊണ്ടാണ്. അപ്പം ഇന്നൊരു കുറച്ച് മോർണിംഗ് റൊട്ടീൻസ് മാത്രമേ ഇടുന്നുള്ളൂ. മോർണിംഗ് ടു ഈവനിങ് ഒന്നും ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.